വിശദമായി നോക്കാം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല എന്നിവർ ദില്ലിയിൽ തുടരുന്നു. ആറ്റിങ്ങൽ, ഇടുക്കി, വയനാട്, വടകര സീറ്റുകളിൽ തർക്കം രൂക്ഷം. കെ വി തോമസിനെ എറണാകുളത്ത് നിന്ന് മാറ്റുന്ന കാര്യത്തിലും തീരുമാനമെടുക്കും. സ്ഥാനാർത്ഥി ലിസ്റ്റിന് അന്തിമ തീരുമാനമെടുക്കാൻ ഇന്നലെ നടന്ന മാരത്തോൺ ചർച്ചയിലും തീരുമാനമായില്ല. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇനി ചേരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പകരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് കേരളത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും. കെ.സി. വേണുഗോപാൽ, ഉമ്മൻചാണ്ടി എന്നിവർ മത്സരിക്കണമോ എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിക്കും. സിറ്റിംഗ് എംപിമാർക്ക് എല്ലാവർക്കും സീറ്റ് നൽകണമോ എന്നും തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് തീരുമാനിക്കുക. കെ വി തോമസിനെ മാറ്റി ഹൈബിയുടെ കൊണ്ടുവരാൻ എ ഗ്രൂപ്പ് ശ്രമിക്കുന്നു. സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ ഹൈക്കമാൻഡ് നേതാക്കളെ കാണുകയാണ് കെ വി തോമസ്. സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ വയനാട്ടിൽ ചേക്കേറാൻ കെ.സി. വേണുഗോപാൽ താൽപര്യം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ആലപ്പുഴയിൽ നിന്നും മാറി വയനാട്ടിൽ മത്സരിക്കുന്നത് പേടികൊണ്ടാണെന്ന പ്രചാരണം ശക്തമാകുമെന്നും ഇത് 2 മണ്ഡലങ്ങളിലും തിരിച്ചടിയുണ്ടാകുമെന്നും കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു. വടകരയിൽ ടി സിദ്ദിഖ്, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനാണ് സാധ്യതയേറെയെങ്കിലും ആലപ്പുഴയിലേക്ക് മാറ്റിയേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും തീരുമാനമായില്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരാഴ്ച വൈകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിനെതിരെ വിമർശനവുമായി വി.എം. സുധീരൻ. സ്ഥാനാർത്ഥി നിർണയം വൈകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നായിരുന്നുവെന്ന് സുധീരൻ പറഞ്ഞു. കേരള കോൺഗ്രസിലെ സീറ്റ് തർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേതാക്കൾ ജാഗ്രത പുലർത്തണമായിരുന്നുവെന്നും സുധീരൻ കൊച്ചിയിൽ പറഞ്ഞു. ഈ കേരള കോൺഗ്രസ് വിഷയം തന്നെ അതുപോലുള്ള വിഷയങ്ങൾ, ഐക്യമുന്നണി വിഷയങ്ങളൊക്കെ തന്നെയും ഈ ഒരു തലത്തിലേക്ക് പോകാതെ ഒഴിവാക്കേണ്ടതായിരുന്നു. അതെല്ലാം ഒഴിവാക്കാനുള്ള ഒരു ജാഗ്രത നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ഇതൊക്കെ ഒരു വലിയ ചർച്ചാ വിഷയമായി അങ്ങനെ നീണ്ടുപോകുന്നത് ഉചിതമല്ല. എത്രയും വേഗത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ. കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന്. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ കെ. സുരേന്ദ്രനും പി.എസ്. ശ്രീധരൻപിള്ളയും തമ്മിൽ വടംവലി തുടരുകയാണ്. കുമ്മനം മത്സരിക്കുന്ന തിരുവനന്തപുരം ഒഴികെ ഒരു സീറ്റിലും കൃത്യമായ സ്ഥാനാർത്ഥി ചിത്രമില്ല. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ലെങ്കിൽ തൃശൂർ സീറ്റ് ബി.ജെ.പി. ഏറ്റെടുത്തേക്കും. ഇന്ന് വൈകുന്നേരത്തോടെയോ നാളെയോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ചലനമുണ്ടാക്കാനുള്ള സാധ്യത കാണുന്നില്ലെങ്കിലും ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനാകുന്ന സ്ഥാനാർത്ഥികളെയെങ്കിലും കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് ബി.ജെ.പി. ഓരോ മണ്ഡലത്തിലും പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക സംസ്ഥാന കോർ കമ്മിറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാകും ചർച്ചകൾ. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ സീറ്റുകളിലാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ മത്സരിക്കും. എന്നാൽ പത്തനംതിട്ടയിലും തൃശൂരിലും അനിശ്ചിതത്വം തുടരുകയാണ്. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ പി.എസ്. ശ്രീധരൻപിള്ളയും കെ. സുരേന്ദ്രനും കരുനീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ശ്രീധരൻപിള്ളയെ വെട്ടാൻ തെരഞ്ഞെടുപ്പ് സമിതിയിൽ വി. മുരളീധരൻ കെ. സുരേന്ദ്രനെ പിന്തുണയ്ക്കും. അതേസമയം പത്തനംതിട്ട കിട്ടിയില്ലെങ്കിൽ മത്സരിക്കാനേയില്ലെന്ന നിലപാടിലാണ് ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. ബി.ഡി.ജെ.എസ്. അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നില്ലെങ്കിൽ തൃശൂർ സീറ്റ് ബി.ജെ.പി. ഏറ്റെടുക്കും. അങ്ങനെയെങ്കിൽ കെ. സുരേന്ദ്രനാണ് ഒന്നാം പരിഗണന. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന ടോം വടക്കനെ കേന്ദ്ര നേതൃത്വം തൃശൂരിലോ ചാലക്കുടിയിലോ കെട്ടിയിറക്കുമോ എന്ന ഭീതി സംസ്ഥാന നേതാക്കൾക്കുണ്ട്. തൃശൂരിന് പകരം ബി.ഡി.ജെ.എസിന് മറ്റൊരു സീറ്റ് നൽകിയാൽ പട്ടികയിൽ ചെറിയ മാറ്റങ്ങളുണ്ടാകും. പി. ജയരാജനെതിരെ വടകരയിൽ വോട്ടുമറിക്കാൻ നീക്കമുണ്ട്. ഇതിന് ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. സംസ്ഥാന നേതൃത്വത്തിലെ മറ്റു പ്രമുഖരെല്ലാം മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. പട്ടികയിലെ വനിതാ പ്രാതിനിധ്യം ശോഭാ സുരേന്ദ്രനിൽ ഒതുങ്ങും. സമിതിയിൽ കുമ്മനം രാജശേഖരൻ, പി.എസ്. ശ്രീധരൻപിള്ള, വി. മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. ഇന്ന് വൈകുന്നേരത്തോടെയോ നാളെയോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ബി.ജെ.പി. ശ്രമം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുസ്ലിം ലീഗ് എസ്.ഡി.പി.ഐ രഹസ്യ ചർച്ചയിൽ ഒരു വിഭാഗം ലീഗ് നേതാക്കൾ പാണക്കാട് ഹൈദരലി തങ്ങളെ അതൃപ്തി അറിയിച്ചു. യുവ നേതാവ് നജീബ് കാന്തപുരം രൂക്ഷമായാണ് ഫേസ്ബുക്ക് പേജിൽ പ്രതികരിച്ചത്. എം.കെ. മുനീറും കെ.എം. ഷാജിയും അതൃപ്തി അറിയിച്ചതോടെ രാഷ്ട്രീയമായി മാത്രമല്ല സംഘടനാപരമായും ലീഗ് പ്രതിസന്ധിയിലായെന്നാണ് വിലയിരുത്തൽ. ഒരേ സമയം ന്യൂനപക്ഷ വർഗീയതയെ പരസ്യമായി എതിർക്കുകയും രഹസ്യമായി പിന്തുണക്കുകയും വളർത്തുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം ശരിവെക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കൊണ്ടോട്ടി KTDC ടാർമറിന്റ് ഹോട്ടലിലെ ലീഗ് നേതാക്കളുടെ ദൃശ്യങ്ങൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ വിശദീകരിക്കാനാവാതെ മുസ്ലിം ലീഗ് നേതാക്കൾ ഒന്നടങ്കം പ്രതിരോധത്തിലായി. ഇതാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കും ഇ.ടി. മുഹമ്മദ് ബഷീറിനുമെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം രംഗത്തെത്താൻ ഇടയാക്കിയത്. പോപ്പുലർ ഫ്രണ്ടിനെ പരസ്യമായി വിമർശിക്കുന്ന കെ.എം. ഷാജി, എം.കെ. മുനീർ തുടങ്ങിയവർ പാണക്കാട് ഹൈദരലി തങ്ങളെ ഫോണിൽ വിളിച്ച് വിയോജിപ്പറിയിച്ചു. യുവനേതാവ് നജീബ് കാന്തപുരം രൂക്ഷമായാണ് ഫേസ്ബുക്കിൽ നേതാക്കൾക്കെതിരെ പ്രതികരിച്ചത്. തീവ്രവാദികളുടെ മുമ്പിൽ കുമ്പിട്ടല്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടതെന്ന് നജീബ് കാന്തപുരം ഓർമ്മിപ്പിക്കുന്നു.
മലപ്പുറത്തും പ്രത്യേകിച്ച് പൊന്നാനിയിലും SDPI ബന്ധം തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെയും വിലയിരുത്തൽ. പോപ്പുലർ ഫ്രണ്ടുമായുള്ള ലീഗിന്റെ രഹസ്യബന്ധത്തിൽ സമസ്ത നേതാക്കളും ആശ്ചര്യത്തിലാണ്. മുസ്ലിം ലീഗിലെ മുജാഹിദ് അനുകൂലികളാണ് ഇതിനു പിന്നിലെന്നാണ് സമസ്ത നേതാക്കൾ കരുതുന്നത്. പാർട്ടിയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കിട്ടിയ ആയുധം മറുവിഭാഗം ഏറ്റെടുത്തതോടെ ലീഗ് രാഷ്ട്രീയമായി മാത്രമല്ല സംഘടനാപരമായും പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. KT സ്വാലിഹ്, മലപ്പുറം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നൽകിയ പീഡന പരാതിയിൽ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി പരാതിക്കാരി സുപ്രീംകോടതിയെ സമീപിച്ചു. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ആവശ്യം തള്ളിയതിനെ തുടർന്നാണ് പരാതിക്കാരി സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. KC വേണുഗോപാലിനെതിരായ പീഡന പരാതിയിൽ കേസിന്റെ പുരോഗതി റിപ്പോർട്ട് അറിയിക്കാമെന്ന് ഇരയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരായി നൽകിയ പരാതിയിൽ നീതിയുക്തമായ നിലപാട് ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇര സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സോളാർ കേസ് അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറിയെ എതിർകക്ഷിയാക്കിയാണ് ഇര ഹർജി നൽകിയിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകനായ അമർജിത് സിംഗ് ബേദിയാണ് ഹർജിക്കാരിക്ക് വേണ്ടി ഹാജരാകുക. സോളാർ കേസിൽ വീണ്ടും 3 MLA-മാർക്കെതിരെ ലൈംഗിക പീഡനാരോപണം വന്ന സാഹചര്യത്തിൽ കൂടിയാണ് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈബീഡിനെതിരെ ബലാത്സംഗത്തിനാണ് കേസ്. അടൂർ പ്രകാശിനും AP അനിൽകുമാറിനുമെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, പ്രകൃതിവിരുദ്ധ പീഡനം, ലൈംഗിക പീഡനം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സോളാർ വ്യവസായം തുടങ്ങാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന സ്ത്രീയുടെ പരാതിയിലാണ് കേസ്. വിവിധ പാർലമെന്റ് മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്ന MLA-മാർക്കെതിരെ സ്ത്രീ പീഡനത്തിന് കേസെടുത്തത് കോൺഗ്രസിന് വലിയ തലവേദനയായിട്ടുണ്ട്. അതോടൊപ്പമാണ് കേസ് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. പുറമെ സ്ഥാനാർത്ഥികൾ സ്വന്തം പേരിലുള്ള കേസുകൾ മാധ്യമങ്ങൾ വഴി പ്രസിദ്ധപ്പെടുത്തണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശവും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൃശൂർ ചാവക്കാട് എടക്കരയിൽ തെരഞ്ഞെടുപ്പ് ചുവരത്തിനെ സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് 3 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റു. CPM പ്രവർത്തകരായ എടക്കര പുന്നയൂർ വില്ലേജ് ഓഫീസിനു സമീപം മടത്തിലകായിൽ അശോകന്റെ സഹോദരൻ അപ്പു, എടക്കര പുളന്തറയ്ക്കൽ ഷാഫി എന്നിവർക്കാണ് വെട്ടേറ്റത്. ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച CPM പ്രവർത്തകരിൽ അശോകന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അപ്പു, ഷാഫി എന്നിവർ ചികിത്സയിലാണ്. ക്ലബിന് മുന്നിൽ ഇരിക്കുകയായിരുന്ന CPM പ്രവർത്തകരെ BJP പ്രവർത്തകർ മാരകായുധങ്ങളുമായി എത്തി ആക്രമിക്കുകയായിരുന്നു. വടക്കേക്കാട് CI രാജേഷ് കുമാർ, SI K പ്രദീപ് കുമാർ, മുനക്കടവ് SI അമീറൽ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശ്രീവരാഹത്ത് യുവാവിനെ കൊലപ്പെടുത്തിയ മുഖ്യപ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. യുവാവിനെ കൊലപ്പെടുത്തിയ മയക്കുമരുന്ന് സംഘാംഗമായ അർജുനെ പിടികൂടുന്നതിനായി പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായ 2 പേരുടെ അറസ്റ്റ് ഇന്നലെ പോലീസ് രേഖപ്പെടുത്തി. മദ്യപിക്കുകയായിരുന്ന പ്രതികളുമായി ഉണ്ടായ വാക്കുതർക്കമാണ് ശ്രീവരാഹം സ്വദേശി ശ്യാമിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലപാതകം നേരിട്ട് നിർവഹിച്ച അർജുനെയാണ് പോലീസ് ഇപ്പോൾ തിരയുന്നത്. ശ്യാമിനെ കുത്തിയ സംഭവത്തിൽ മനോജ്, രജിത്ത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അർജുൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. മുംബൈയിൽ ജോലി ചെയ്യുന്ന അർജുൻ സമീപ ദിവസങ്ങളിലാണ് തലസ്ഥാനത്തെത്തിയത്. എത്രയും വേഗം മുഖ്യപ്രതിയെ പിടികൂടുമെന്ന് പോലീസ് വൃത്തങ്ങൾ പീപ്പിൾ TVയോട് പറഞ്ഞു. അതിനിടെ അർജുന്റെ സുഹൃത്തുക്കളായ മനോജ്, രജിത്ത് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇരുവരും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ഏറ്റുമുട്ടലിൽ കുത്തേറ്റ ശ്യാമിന്റെ സുഹൃത്തുക്കളായ വിമൽ, ഉണ്ണിക്കണ്ണൻ എന്നിവർ അപകടനില തരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിലേക്ക് കൂടുതൽ പേർ എത്തുന്നുവെന്ന് കാണിക്കാൻ BJPയുടെ രാഷ്ട്രീയ നാടകം. കൊച്ചിയിൽ മാധ്യമങ്ങളെ വിളിച്ചുവരുത്തി കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 14 പേർക്ക് PS ശ്രീധരൻപിള്ള അംഗത്വ വിതരണം നടത്തി. എന്നാൽ തങ്ങൾ നേരത്തെ തന്നെ BJP പ്രവർത്തകരാണെന്നും ഇത്തരത്തിൽ പ്രത്യേകമായി ചടങ്ങ് നടത്തിയത് എന്തിനെന്നറിയില്ലെന്നും തരൂരിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചതോടെയാണ് ഇലക്ഷൻ സ്റ്റണ്ടിനു വേണ്ടി തയ്യാറാക്കിയ തിരക്കഥയാണെന്ന് വ്യക്തമായത്. ടോം വടക്കൻ BJPയിൽ ചേർന്നതിന് പിന്നാലെ ഇനിയും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തുമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള അവകാശ പ്രഖ്യാപനം നടത്തിയിരുന്നു. പിന്നാലെ കൊച്ചിയിലെ മാധ്യമപ്രവർത്തകർക്ക് അറിയിപ്പും കിട്ടി. ശശി തരൂരിന്റെ ബന്ധുക്കളടക്കം 14 പേർ BJP അംഗത്വം സ്വീകരിക്കുന്നുവെന്നായിരുന്നു അറിയിപ്പ്. പറഞ്ഞതുപോലെ തന്നെ ശശി തരൂരിന്റെ ചെറിയച്ഛൻ ശശികുമാർ, ചെറിയമ്മ ശോഭന ശശികുമാർ അടക്കം 14 പേർ സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും അംഗത്വവും സ്വീകരിച്ചു. ഇനിയാണ് യഥാർത്ഥ നാടകത്തിന്റെ ചുരുളഴിയുന്നത്. അംഗത്വം വാങ്ങിയവർ ഫോട്ടോ സെക്ഷനായി സഹകരിക്കാൻ തയ്യാറാകാതെ എളുപ്പം വേദി വിടാനുള്ള തിരക്ക് കൂട്ടി. സംശയം തോന്നിയ മാധ്യമപ്രവർത്തകർ തരൂരിന്റെ ബന്ധുക്കളോട് കാര്യം ചോദിച്ചപ്പോഴാണ് BJP നേതാക്കൾ നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയിൽ അറിയാതെ എത്തിയ അഭിനേതാക്കളാണ് തങ്ങളെന്ന് അവർ അറിഞ്ഞത്. തങ്ങൾ നേരത്തെ തന്നെ BJP പ്രവർത്തകരാണെന്നും
ഇത്തരത്തിൽ പ്രത്യേക ചടങ്ങ് നടത്തിയത് എന്തിനെന്ന് അറിയില്ലെന്നുമായിരുന്നു അവരുടെ പ്രതികരണം. കർമ്മസമിതി അംഗമായ പത്മജിയാണ് ഈ നാടകവേദിയിൽ എത്തിച്ചതെന്നും അവർ വെളിപ്പെടുത്തി. അല്ല, ഞങ്ങൾ എപ്പോഴും BJP തന്നെ, എപ്പോഴും BJP തന്നെ. എന്തിനും ഇവരതൊക്കെ ചോദിക്കുന്നത്? പത്മജി വിളിച്ചോണ്ട് വന്നതാ. അങ്ങനെ ആദ്യം മുതലേ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടിയുടെ ആവശ്യം ഉണ്ടായിരുന്നത്? അത് പത്മജിയോട് ചോദിക്കാം, എനിക്കറിയില്ല. പത്മജിയോട് ചോദിക്കൂ, ഞാനല്ലല്ലോ ഇതിന്റെ ആള്. BJP ഇലക്ഷൻ വർക്കിന് പോയത് പത്മജിയുടെ ഒപ്പം. പത്മജ നിന്നപ്പോ പ്ലേസ്മെന്റ് ആയിരിക്കും. നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത പാർട്ടിയാണ് BJP എന്ന് ഈ അടുത്ത കാലത്ത് പലതവണ തെളിയിച്ചിട്ടുണ്ട്. ശ്രീധരൻപിള്ളയ്ക്ക് മുന്നിൽ പലപ്പോഴും ട്രോളർമാർ പോലും തലകുനിച്ചു. എന്തായാലും കൊട്ടിഘോഷിച്ച് നടത്തിയ അംഗത്വ വിതരണ നാടകവും പതിവ് പോലെ തിരശ്ശീല താഴും മുമ്പേ പൊളിയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ അസംബ്ലി മണ്ഡല കൺവെൻഷനുകൾ ആരംഭിച്ചു. തിരുവല്ലയിൽ നടന്ന കൺവെൻഷൻ മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇടത് ജനാധിപത്യ മുന്നണിയുടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയായതോടെ അസംബ്ലി മണ്ഡല കൺവെൻഷനുകൾ ആരംഭിച്ചു. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തിരുവല്ല മണ്ഡലം കൺവെൻഷൻ മുൻ ജലവകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. വൻ ജനസഞ്ചയമാണ് കൺവെൻഷനിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നത്. പത്തനംതിട്ട ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മേഖലകളിൽ കൂടി ചേർന്നതാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും മുൻ MP നടത്തിയിട്ടില്ല എന്ന് വീണ ജോർജ് പറഞ്ഞു. ഈ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നമുക്ക് ഏതെങ്കിലും ദേശീയപാതകൾ കിട്ടിയതായി അറിയുമോ? അറിയില്ല. കാരണം ഒട്ടേറെ സാധ്യതകളുള്ള ഈ മണ്ഡലത്തിൽ ഒരു ദേശീയപാത പോലും പുതിയതായി കൊണ്ടുവരുവാൻ ഈ 10 വർഷ കാലയളവിനുള്ളിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൺവെൻഷനിൽ വിവിധ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം ഇറങ്ങി. ഡിവൈഎഫ്ഐ കൊല്ലം ചവറ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് പ്രചരണ ഗാനത്തിന്റെ ശില്പികൾ. ഇന്ന് കൊല്ലത്ത് വന്നെത്തി നാടുബോധിച്ചൊരു സാരഥി KN ബാലഗോപാൽ എന്ന LDFന്റെ ഈ സാരഥി നാടു കേടുന്ന നേരത്ത് രക്ഷകനായെത്തി സാരഥി ചിഹ്നം മരിവാള് ചുറ്റിക നക്ഷത്രമാണല്ലോ ഓർക്കണേ കൊല്ലക്കാരെ ഓർക്കണേ വോട്ടു നിങ്ങൾ ചെയ്യണേ നാടിൻ നന്മയ്ക്കായിട്ട് KN ബാലഗോപാല് കൊല്ലത്ത് വന്നെത്തി നാട് കൊതിച്ചൊരു സാരഥി KN ബാലഗോപാൽ എന്ന LDFന്റെ ഈ സാരഥി. ചവറ ഇനിയും ചുവക്കുമെന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വിജയം ഉറപ്പെന്ന് ചവറ MLA വിജയൻ പിള്ള. മണ്ഡലത്തിലെ വികസനവും ജനമനസ്സും ഒരുപോലെ ഇടതിനൊപ്പമെന്നും വിജയൻ പിള്ള പറഞ്ഞു. ചവറയിൽ RSPയുടെ തട്ടകത്താണ് വിജയൻപിള്ള വെണ്ണിക്കുടി പാറിച്ചത്. അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം തന്നെ അതിനൊരു തെളിവാണ്. നാട്ടുകാരുടെ ആവശ്യമായിരുന്നു ചവറയിൽ വിജയൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളതും ഞങ്ങൾക്ക് MLA വേണമെന്നുള്ളത് നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. ഇപ്പോൾ അദ്ദേഹമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വേണ്ടി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിന് ചവറ മേഖലയിൽ ചുക്കാൻ പിടിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ചവറയിൽ നിന്നുള്ള വോട്ട് തേടാനുള്ള തന്ത്രം, അതെങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ജനങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കും. കാരണം നമ്മളെ MLA ആയിട്ട് തെരഞ്ഞെടുത്തതിന് ശേഷം ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്തൊട്ടാകെ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ MLA ആണ് ഞാൻ. അല്ലാതെ ഞാൻ MLAയുടെ സ്ഥാനം ഉപയോഗിച്ച് ഒരഹങ്കാരങ്ങളും ഇന്ന് വരെ ഒരു വ്യക്തികളോടെയും കാണിക്കാൻ പോയിട്ടില്ല. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരോടൊപ്പം നിൽക്കുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ഈ 2.5 വർഷം കഴിഞ്ഞ് പൂർത്തീകരിച്ചപ്പോഴത്തേക്ക് ഏതാണ്ട് 250 കോടി രൂപയുടെ വികസനങ്ങൾ നമ്മുടെ പ്രദേശത്ത് കൊണ്ടുവരാനും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും KN ബാലഗോപാലിന് അതിൻ്റേതായ ഗുണങ്ങൾ എന്തായാലും ശരി LDFന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടും.
അദ്ദേഹത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും LDF-ന്റെ പ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ചവറ മുതൽ ചവറ വരെ നീണ്ടു നിൽക്കുന്ന RSP എന്നാണ് RSPയെ കുറിച്ച് പറയുന്നത്. ചവറയിൽ RSPക്ക് വേരോട്ടമുണ്ടോ? അത് ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ഇടതുമുന്നണിയെ ബാധിക്കുക, അല്ലെങ്കിൽ UDF അത് എങ്ങനെയാണ് നേട്ടമാക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും UDF-ന്റെ നേട്ടം എന്തായാലും ശരി, ഈ LDF-നെ സംബന്ധിച്ചോളം അതൊരു നേട്ടം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത പ്രവർത്തികൾ, നമ്മുടെ UDF-ന്റെ RSPയെ പറ്റിയൊക്കെ വ്യക്തിപരമായിട്ടോ മറ്റേ രാഷ്ട്രീയപരമായിട്ടോ ഞാൻ വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ LDF പ്രസ്ഥാനം ശക്തമാണ്. ഈ പ്രദേശത്തൊട്ടാകെ നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രദേശത്ത് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതാണ് നമ്മളുടെ മുദ്രാവാക്യം. അത് ഈ പാർലമെന്റ് ഇലക്ഷനിൽ അതൊക്കെ വോട്ടാവും എന്നുള്ളതാണോ ശ്രീ വിജയൻപിള്ളയുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും വോട്ടാവും. ഞങ്ങളതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. കാരണം നമ്മൾ ഏതാണ്ട് 10-70 വർഷക്കാലം ഒരു തുരുത്തുണ്ട് നമ്മുടെ ഫാത്തിമ ഐലൻഡ്. മുക്കാട്ടിൽ നിന്ന് ഫാത്തിമ ഐലൻഡ് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട തുരുത്താണ്. 10-70 വർഷക്കാലമായിട്ട് അവരുടെ സ്വപ്നമാണ് ഒരു പാലം. ആ പാലം ഇപ്പം സർക്കാർ ടെൻഡർ ചെയ്ത് 15 കോടി രൂപ, ഒരു പാലമല്ല 2 പാലം, മുക്കാട്ടിൽ നിന്ന് ഫാത്തിമ ഐലൻഡിൽ നിന്ന് അളകപ്പുറത്തിലേക്കും. അതാണ് അതായത് വ്യക്തിത്വം, 2 വ്യക്തിത്വം. ഒന്ന് ഇടതുമുന്നണിയുടെ വ്യക്തിത്വം, 2 സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന സാധാരണക്കാരനായ MLA എന്ന നിലയിൽ അങ്ങനെ ഒരു അവകാശം മാത്രം വാദം ഉന്നയിക്കുന്ന ചവറ വിജയൻപിള്ളയാണ് പറയുന്നത് ചവറയിലെ ജനങ്ങൾ ഇടതുമുന്നണിക്കൊപ്പമാണെന്ന്. ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി LDF തിരുവനന്തപുരം ലോക്സഭാ സ്ഥാനാർത്ഥി C. ദിവാകരൻ കൈരളി TV കോർപ്പറേറ്റ് ഓഫീസിലെത്തി. ജീവനക്കാർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കൈരളി TV കോർപ്പറേറ്റ് ഓഫീസിലെത്തിയ LDF സ്ഥാനാർത്ഥി C. ദിവാകരന് ഊഷ്മളമായ സ്വീകരണമാണ് ജീവനക്കാർ നൽകിയത്. ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ ഷാൾ അണിയിച്ച് അദ്ദേഹത്തെ വരവേറ്റു. പിന്നീട് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തി വോട്ടർമാരെ കണ്ട് കുശലാന്വേഷണവും വോട്ടഭ്യർത്ഥനയും നടത്തി. തിരുവനന്തപുരത്തെ സിറ്റിംഗ് MP കഴിഞ്ഞ 10 വർഷമായി പറഞ്ഞു നടക്കുന്ന ഏതു വാഗ്ദാനമാണ് നടപ്പാക്കിയതെന്ന് C. ദിവാകരൻ ചോദിച്ചു. 10 കൊല്ലത്തിന് മുമ്പ് തിരുവനന്തപുരം നഗരവാസികളെ ഹരം പിടിപ്പിച്ച ഒരുപാട് വാഗ്ദാനങ്ങൾ വന്നു. ഈ നഗരം ട്വിൻ സിറ്റി ആവും, ബാഴ്സലോണിയൻ നഗരമാകുമ്പോഴാണ്. ഈ തമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഏഷ്യയിലെ നമ്പർ 1 എക്സലന്റ് റെയിൽവേ സ്റ്റേഷനാവും. ഇവിടെ ഞാൻ ഹൈക്കോടതി ബെഞ്ച് ഇവിടെ കൊണ്ടുവരും. ഇവിടെ എയിംസ് സ്ഥാപനം കേരളത്തിൽ വരാൻ വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തും. അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു അക്ഷരം പറയാൻ എന്തുകൊണ്ട് പാർലമെന്റിലെ അംഗത്തിന് കഴിഞ്ഞില്ല? ഞങ്ങൾ എത്ര നാളെ സമരം ചെയ്യുന്നു. ആ സമരത്തിൽ വന്നൊരു അഭിവാദ്യം ചെയ്യാൻ ഞാനൊരു ജനപ്രതിനിധിയാണ്. തിരുവനന്തപുരത്തെ വിമാനത്താവളം നഷ്ടപ്പെടാൻ പാടില്ല, സ്വകാര്യ മേഖലയ്ക്ക് പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും സമരം നടക്കുകയാണ്. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ LDF-ന് മികച്ച നേട്ടം സമ്മാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചുട്ടുപൊള്ളുന്ന വേനലിനെ ആവേശം കൊണ്ട് മറികടന്ന് വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി P. ജയരാജനെ നെഞ്ചേറ്റി കന്നി വോട്ടർമാർ. കുറ്റ്യാടി പഞ്ചായത്തിലെ വിവിധ കലാലയങ്ങളിലാണ് P. ജയരാജൻ പര്യടനം നടത്തിയത്. മുദ്രാവാക്യം വിളികളോടെ ഹാരാർപ്പണം നടത്തിയാണ് ഗവൺമെന്റ് മൊകേരി കോളേജ് വിദ്യാർത്ഥികൾ P. ജയെ സ്വീകരിച്ചത്. കുറ്റ്യാടിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. ജയരാജന് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. രാവിലെ 8 മണി മുതൽ LDF സ്ഥാനാർത്ഥി P. ജയരാജൻ കുറ്റ്യാടിയിലെ പൌരപ്രമുഖരെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും സന്ദർശിച്ചു. സഹകരണ കോളേജ്, ഇൻസ്പയർ കോളേജ്, ഐഡിയൽ പബ്ലിക് സ്കൂൾ, വടയം LP സ്കൂൾ, നെടുമ്പയിൽ UP സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തിയ ശേഷം വീടുകളിലും വ്യക്തികളെയും നേരിൽ കണ്ടാണ് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചത്. ചുട്ടുപൊള്ളുന്ന വേനലിലും വഴിയോരങ്ങളിൽ തങ്ങളുടെ പ്രിയ സഖാവിനെ കാണാൻ നാട്ടുകാർ ഒത്തുകൂടിയിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ മൊകേരി ഗവൺമെന്റ് കോളേജിലെത്തിയ P. ജയരാജനെ തൊണ്ടമുട്ടുമാറും ഉച്ചത്തെ മുദ്രാവാക്യം വിളികളോടെയാണ് മൊകേരി ഗവൺമെന്റ് കോളേജിലെ കന്നി വോട്ടർമാർ ക്യാമ്പസിലേക്ക് ആനയിച്ചത്. കോളേജിന്റെ മുറ്റത്ത് തടിച്ചുകൂടിയ വിദ്യാർത്ഥികളോട് അല്പസമയം ആസന്നമായ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ചതിനു ശേഷം അവരുടെ കൂടെ ഒരു സെൽഫിക്ക് ശേഷം കോളേജിലെ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ജീവനക്കാരോടും കുശലാന്വേഷണം നടത്തി.
2004 ഏപ്രിൽ 6 കണ്ണൂർ സെൻട്രൽ ജയിൽ വെച്ച് RSS പ്രവർത്തകർ കൊല ചെയ്ത അമ്പലക്കുളങ്ങരയിലെ ധീരരക്തസാക്ഷി KP രവീന്ദ്രന്റെ വീട്ടിലെത്തി അമ്മ അമ്മാളുമ്മയെയും മകൻ രജീഷിനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം വോട്ടഭ്യർത്ഥിച്ചു. പിന്നീട് പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് തയ്യൽ കൃഷ്ണൻ മാസ്റ്ററുടെ കുടുംബത്തെയും PJ രാജൻ സന്ദർശിച്ചു. വേളത്ത് ലീഗ് പ്രവർത്തകരുടെ കൊലക്കത്തിക്കിരയായ രക്തസാക്ഷി കൂളിക്കുന്നിലെ ബിജുവിന്റെ വീട്ടിലും ജയരാജൻ സന്ദർശനം നടത്തി. പ്രധാന അങ്ങാടിയിലെ പര്യടനത്തിന് ശേഷം വേളം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷം പുറമേരിയിലാണ് പര്യടനം സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പ്രചാരണ രംഗത്ത് വൻ മുന്നേറ്റം കൈവരിച്ചു. LDF പാർലമെന്റ് മണ്ഡലം, നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയായി. കാസർഗോഡ് LDF മികച്ച വിജയം കൈവരിക്കുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. UDF BJP സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വരും മുമ്പ് തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണ രംഗത്ത് LDF ഏറെ മുന്നിലെത്തി. സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിലവിൽ വന്നു. LDF നിയമസഭാ മണ്ഡലം കമ്മിറ്റികളുടെ രൂപീകരണവും പൂർത്തിയായി. ചുമരെഴുത്തുകളും പ്രചാരണ ബോർഡുകളും ബാനറുകളും വ്യാപകമായി സ്ഥാപിച്ചു കഴിഞ്ഞു. തുടക്കത്തിൽ നേടിയെടുത്ത പ്രചാരണ മേൽക്കൈ വോട്ടെടുപ്പ് വരെ നിലനിർത്താനാകുമെന്ന് KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. LDFന് പുറത്തുള്ള നിരവധി വോട്ടുകൾ LDFിൽ ലഭിക്കും. നിശ്ചയമായിട്ടും ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് LDFന്റെ പ്രതാപകാലത്ത് ലഭിച്ച ഭൂരിപക്ഷത്തിലേക്ക് ഇത്തവണ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ LDF ഭൂരിപക്ഷം വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. BJP UDF സ്വാധീന മേഖലയായ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ സതീഷ് ചന്ദ്രന് LDFന് പുറത്തുള്ള പരമാവധി വോട്ടർമാരുടെ പിന്തുണ ഉറപ്പിക്കാനായി. പ്രമുഖ ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായിരുന്ന പരേതനായ കാടകം മാധവൻ നമ്പ്യാരുടെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ പത്നി രാധാമാധവന്റെ അനുഗ്രഹാശംസകൾ നേടി. ക്യാമ്പസുകളിൽ KP സതീഷ് ചന്ദ്രന് വിദ്യാർത്ഥികൾ ആവേശകരമായ വരവേൽപ്പ് നൽകി. LDF മഞ്ചേശ്വരം, കാസർഗോഡ്, തൃക്കരിപ്പൂർ നിയമസഭാ മണ്ഡലം കൺവെൻഷനുകളിലും സതീഷ് ചന്ദ്രൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.